കവച്ചു വെച്ചുകൊണ്ട് OV വിജയനൊക്കെ വരുന്നതിന് മുമ്പ് ഉറൂബ് വന്നു, പിന്നെ MD വാസുദേവൻ നായർ വന്നു. ഓരോരുത്തരെ കവച്ചു വെച്ച് കടന്നു പോവുകയായിരുന്നു. പക്ഷെ OV വിജയനെ കവച്ചു വെച്ച് പോകാൻ ധൈര്യമുള്ള പ്രതിഭയുള്ള ആരും കടന്നു വന്നില്ല. പുതിയ എഴുത്തുകാരുടെ കഴിവുകേടിനെയാണ് ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഖസാക്കിന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഹിമാലയ പ്രത്യക്ഷങ്ങൾ എന്ന ആശാമേനോന്റെ ഗ്രന്ഥത്തിലേക്ക് കടക്കുകയാണ്. ആശാമേനോനെ മലയാളി വായിക്കാൻ തുടങ്ങിയിട്ട് മലയാള നാട്ടിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ആദ്യം വായിച്ചു തുടങ്ങി. മലയാള നാട് വരുന്നത് 39 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് 39 വർഷത്തിലേറെയായി ഈ മനുഷ്യൻ തൻ്റെ സാന്നിധ്യം മലയാള സാഹിത്യത്തിൽ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ള നിരൂപകരിലും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു രചനാ രീതി കൈക്കൊള്ളുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ, കൃതികൾ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ആ വാക്കുകൾക്ക് പിന്നിലുള്ള സംഗീതമാണ് വായനക്കാരനെ. മലയാളത്തിൽ ഇതുവരെ ഇതിനു മുമ്പോ അതിനു ശേഷമോ ഈ ഗദ്യത്തിൻ്റെ സംഗീതം മലയാളിയെ അനുഭവിപ്പിച്ച വേറെ ഒരു എഴുത്തുകാരൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പിന്നീട് അദ്ദേഹം യാത്രാവിവരണങ്ങൾ എഴുതാൻ തുടങ്ങി. ഈ യാത്രാവിവരണങ്ങൾ പലപ്പോഴും ഒരു സഞ്ചാരിയുടെ ആത്മീയ അന്വേഷണങ്ങളാണ്. ഇപ്പോൾ പുനഃതിരിഞ്ഞുള്ള ബോംബെ പോയി എഴുതിയ സഞ്ചാര സാഹിത്യം നമ്മൾ വായിക്കുന്നു ഒക്കെ. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ ആശാമേനോന്റെ യാത്രകൾ അങ്ങനത്തെ യാത്രയല്ല, മഹാനഗരങ്ങളിലൂടെയല്ല, മഹാപർവ്വതങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ആ പർവ്വതങ്ങളിലൂടെ ഇന്ത്യയുടെ ആത്മാവിനെ അന്വേഷിക്കുന്ന ആത്മീയ യാത്രകളാണ് അദ്ദേഹം നടത്തുന്നത്. ഈ ഹിമാലയ പ്രത്യക്ഷങ്ങൾ എന്ന പേര് തന്നെ വളരെ സംഗീതാത്മകമായി ഒരു മന്ത്രം പോലെ എന്നെ ആകർഷിക്കുന്ന ഒന്നാണ്. ഈ കൃതി രചിച്ച ശ്രീ ആശാമേനോന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. ഈ കൃതി ഇന്ന് ഈ വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങാനുള്ള അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സാറിന് നന്ദി. ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ശ്രീ ആശാമേനോനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ വേദിയിലെ എഴുത്തുകാർ ശ്രീ സേതു, ശ്രീ KD ജോർജ്, ശ്രീ KL മോഹനവർമ്മ, ശ്രീ TM എബ്രഹാം, ഇന്ന് വൈകുന്നേരം ഇവിടെ വന്നു ചേർന്ന സഹൃദയരെ, ഹിമാലയ പ്രത്യക്ഷങ്ങൾ എന്നുള്ള എൻ്റെ പുസ്തകത്തിൻ്റെ പ്രസാധനത്തെക്കുറിച്ച്, പുസ്തകത്തിനെക്കുറിച്ച് 2 വാക്കുകൾ മാത്രം പറയാൻ ഉദ്ദേശിക്കാൻ ഞാൻ വന്ന്. അതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. കാരണം ഖസാക്കിനെ കുറിച്ചിട്ട് കഴിഞ്ഞ 30 കൊല്ലത്തിലേറെയായി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. OVജിനെ കുറിച്ച് മാത്രം ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനിയും പറയുന്നത് ഒരുപക്ഷെ എനിക്കും അത് കേൾക്കുന്നവർക്കും അലോസരമാകുമോ എന്നുള്ള ഒരു പേടി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീ സേതു ഉന്നയിച്ച ചില കാര്യങ്ങൾ, അതിൻ്റെ സർഗാത്മകമായിട്ടുള്ള വശത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ശ്രീ മോഹനവർമ്മ ഉന്നയിച്ച പ്രകോപനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതിനുള്ള ഉത്തരം ശ്രീ TM എബ്രഹാം തന്നെ നിങ്ങളോട് പറഞ്ഞു. അതിനെക്കുറിച്ചിട്ട് കൺവിൻസിംഗ് ആയിട്ട് പറയേണ്ട, പക്ഷേ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ പ്രേരിതനാവുകയാണ്. അതുകൊണ്ടത് ആവർത്തനമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കും. എനിക്കത് പറയാതെ ഇവിടെ വിട്ട് പോവുക. എൻ്റെ പുസ്തകത്തിനേക്കാൾ കൂടുതൽ, കാരണം എൻ്റെ പുസ്തകം ഒരുമിച്ച് വിജയൻ്റെ പോലെ ഇതുപോലൊരു ഐതിഹാസികമായിട്ടുള്ളൊരു പുസ്തകത്തിനോടൊപ്പം അതിൻ്റെ 40ാം വർഷത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന പതിപ്പിനോടൊപ്പം എൻ്റെ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ്, ചെറിയൊരു യാത്രയുടെ 2ാം പതിപ്പ് കൂടി ചേർന്ന് വന്നു എന്നുള്ളത് ഒരുപക്ഷെ എനിക്ക് എത്ര കൃതാർത്ഥജനോടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. TM എബ്രഹാം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, കഴിഞ്ഞ 39 കൊല്ലമായി ഞാൻ എൻ്റെ തോന്നിയവാസങ്ങൾ ഈ മലയാള ഭൂമിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് 22ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ ആദ്യത്തെ ലേഖനം എഴുതിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ TM എബ്രഹാമിനെ പറ്റിയുള്ള ചില കുറച്ച് ആൾക്കാരൊഴികെ എന്നിൽ ചുരുങ്ങിയ ശരവർഷം എനിക്ക് മറക്കാൻ പറ്റില്ല.
മറക്കുന്നില്ല. കാരണം ആ ശരവർഷണ അല്ലെങ്കിൽ എന്തും മനസ്സിലാവാത്തതെഴുന്നു, മലയാള ഭാഷ ഒരുപാട് ക്ലേശകരമാക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കുകളാണ് എനിക്ക് ധൈര്യം തന്നത്. ഇന്നിപ്പോൾ ഞാൻ ശ്രീ സേതുവിനെ ഞാൻ ഓർമ്മിക്കുകയാണ്. 84 എൻ്റെ പരിപ്രാജകന്റെ മൊഴി സാക്സിനെ കുറിച്ചിട്ട് ഉള്ളൊരു പുസ്തകം ഞാൻ അദ്ദേഹത്തിന് ഒരു കോപ്പി ഉണ്ടായി. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന് കോപ്പി, അന്ന് അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂറിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്കുള്ള ആ കഥാപഠനം ഞാൻ എഴുതിയിരുന്നില്ല. അത് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹം മറിച്ച് നോക്കിയിട്ട് ഒരു വാക്കേ പറഞ്ഞുള്ളൂ. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് ഇന്നത്തെ സാഹിത്യമായിട്ട് ഞാൻ കരുതുന്നില്ല കേട്ടോ. അദ്ദേഹം എനിക്ക് എത്രത്തോളം വായിച്ചിട്ടുണ്ട് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കഥകൾക്ക് ആമുഖം എഴുതാൻ ഞാൻ മാത്രം വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറെ കത്തുകൾ എഴുതി. അതിന് തന്നെ ഒരു ചെറിയൊരു ധാരണ അല്ലെങ്കിൽ ഒരു വേവലെങ്ത്തിന്റെ ഒരു ഇത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയും. ആ വേവലെങ്ത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഈ പുസ്തകം ഇത് ഇന്നത്തെ സാഹിത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചില അപൂർവമായിട്ട് കേൾക്കുന്ന ചില പ്രേരണകളിൽ നിന്ന് അല്ലെങ്കിൽ അപൂർവമായിട്ട് വരുന്ന ചില കത്തുകളിൽ നിന്നാണ് എനിക്ക് ഊർജ്ജം പറ്റുക. അല്ലെങ്കിൽ ഏത് മനുഷ്യനും തളർന്നു പോകുമായിരുന്നു. കാരണം എന്തെഴുതിയാലും ഉടനെ വരുന്ന ഈ ശരവർഷം എന്നുള്ളത് മനസ്സിലാവാത്തത് കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞ ഗദ്യത്തിന്റെ സംഗീതം എന്നുള്ള അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് എൻ്റെ പേരിലുള്ള തെറ്റ്. വിമർശനം അതിനെ കൂടുതൽ ദുർഗ്രഹാക്കുന്നു എന്നുള്ളതാണ് സംഗീതം. അതുകൊട്ടെ അത് ഇവിടെ പറയുന്ന കാര്യമില്ല. ഞാൻ സ്വയം വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനമല്ല. കാരണം ഞാൻ എഴുതുന്നത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. യാത്രകളായാലും വിമർശനമായാലും അല്ല, വിമർശനത്തിൽ നിന്നും മടങ്ങി വന്ന യാത്രകളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിമർശനം യാത്രയും ഒരു വൃത്തിയുടെ ഒരേ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ്. അതിവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ ശ്രീ സേതു വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഒന്ന്, വിജയന്റെ അദ്ദേഹത്തെ നിഷ്കർഷിച്ച സംസ്കൃത പദങ്ങൾ ഇതിൽ കടന്നു വന്നിട്ടുണ്ട്. കഴിയുന്നതും സ്റ്റിക്ക് ഓൺ ടു ദ്രാവിഡമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള തമിഴിനോ അല്ലെങ്കിൽ മലയാള പദങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് ശ്രീ സേതു അത് കൃത്യമായിട്ട് അത് പാലിച്ചു. ഇദ്ദേഹത്തിന് പിൽക്കാലം കൃതികളിലെല്ലാം നോക്കിയാലും പിന്നീട് ഞങ്ങൾ ചില സമയത്ത് സംസാരിക്കേണ്ടി വരുന്ന സമയത്തും ഒരിക്കലും അദ്ദേഹം സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കേണ്ടവിടെ കൂടി അതിന് തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം ഇതിനർത്ഥ വ്യത്യാസം വരാത്ത തരത്തിലുള്ള മലയാള പദങ്ങൾ, മലയാളത്തിന്റെ തനിമയായിട്ടുള്ള പദങ്ങൾ, നിയോഗം എന്നുള്ള വാക്ക് ശരിയാണ്, ഒരു ക്യാപ്ഷൻ എന്നുള്ള നിലയ്ക്ക് സംസ്കൃത വാക്കാണ്. അല്ലാതെ കോൺവെർസേഷനായിട്ടും അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് വരുമ്പോഴും എപ്പോഴും അദ്ദേഹം മലയാള പദങ്ങളാണ് ഉപയോഗിച്ചത്. അപ്പോൾ വിജയൻ കൊടുത്ത ആ ഒരു ശാസന അല്ലെങ്കിൽ ആ കൊടുത്ത ഒരു അഭിപ്രായത്തിന് അദ്ദേഹം ശിരസ സ്വീകരിച്ചു. പക്ഷെ വിജയൻ ചെയ്തത് എന്താണ്? വിജയൻ അവസാനം വരെ ഈ സംസ്കൃതം എനിക്കും കത്തുകൾ എഴുതിയിട്ടുണ്ട്. സംസ്കൃത പദങ്ങളുടെ ഒരു ആധിക്യം ശ്രീയുടെ കത്തുകളിൽ, ശ്രീയുടെ രചനകളിൽ കാണുന്നു. വിമർശനത്തിന് അത് എത്രത്തോളം യോഗ്യമാണോ, കഥയ്ക്കോ കവിതയ്ക്കോ പറ്റും വിമർശനം. പക്ഷെ വിജയൻ പോലും അതൊരു യാഥാസ്ഥിതികമായിട്ടുള്ള മനസ്സോടുകൂടി സ്വീകരിച്ച് എനിക്ക് തോന്നുന്നു. കാരണം 1-2 കൊല്ലങ്ങൾക്ക് ശേഷം നമുക്ക് തന്നെ അതിന്റെ കോപ്പികൾ കിട്ടുന്നത്. അപ്പൊ 2003 2004 ഞാൻ അതിന്റെ പുനഃപ്രസിദ്ധീകരണത്തിന് വേണ്ടി ജെ വി ശിവകുമാറിനോട് ഞാൻ പറഞ്ഞ സമയത്ത് അപ്പോൾ ഈ വിജയന്റെ ശ്രാദ്ധസ്വരങ്ങൾ വന്നിരുന്നു. പിന്നെയും ഓഷോവിന്റെ ചില 1-2 പുസ്തകങ്ങൾ വന്നപ്പോൾ അവർ പറഞ്ഞു പതുക്കെ ഇന്നത് നമുക്ക് പിന്നെ ചെയ്യാം. ഞാൻ അങ്ങനെ മുഖയിലേക്ക് എടുത്തു. പക്ഷെ വിമർശനസ് എന്നുള്ളതിന്റെ പുനഃപ്രസാദനം പിന്നെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അതിൽ ആദ്യം ആമുഖമായിട്ട് എഴുതിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഭരിക്കാൻ പോകുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം 2005 വരെ ഞാൻ കൈലാസത്തിലേക്ക് യാത്ര ചെയ്തില്ലായിരുന്നു. മാത്രം ഒരിക്കൽ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് പല ഭഗ്നതകളാൽ അങ്ങനെ പൂരിപ്പിക്കപ്പെടാതെ പോയി. അപ്പോൾ വീണ്ടും കൈലാസയാത്ര എനിക്ക് സാധിക്കുമെന്ന് തന്നെ സംശയമായിരുന്നു. പക്ഷെ 2005 അത് കഴിഞ്ഞ് വീണ്ടും 2007 2 പ്രാവശ്യം എനിക്ക് കൈലാസയാത്ര ചെയ്യാനും പറ്റി. മാത്രമല്ല അത് ആവിഷ്കരിക്കാനും പറ്റി. ആവിഷ്കരിക്കാൻ പറ്റിയതോടുകൂടി അത് ഇതിനോടുകൂടി ചേർന്ന് വന്നു. അപ്പം എനിക്ക് തോന്നി അന്ന് രവികുമാർ അറിഞ്ഞോ അറിയാതെ ഇത് വേണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു കാത്തിരിപ്പിനായിരുന്നു. അപ്പോൾ അതിലുള്ള എന്തോ ഒരു സാധാരണ എതിരമായിട്ടൊരു അംശം എന്നെ വല്ലാതെ ഒരു തൃപ്തനാക്കുന്നു. അല്ലെങ്കിൽ ഈ പുസ്തകം ഹിമാലയ പ്രത്യക്ഷങ്ങൾ എന്നുള്ള രീതിയിലല്ല പ്രത്യക്ഷപ്പെട്ടത്. അത് കൃഷ്ണചികയും വിമിച്ചരസ് എന്നുള്ള രീതിയിൽ തന്നെ പുനഃപ്രസ്ഥാനം ചെയ്യുമായിരുന്നു. ഈ ഹിമാലയൻ അല്ലെങ്കിൽ കൈലാസ യാത്രകൾ വേറൊരു തരത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കണത്തിന് ഞാൻ പ്രേരിതനാവുകയും ചെയ്യുന്നു. പക്ഷെ അത് ഈ ഉൾച്ചേർന്ന് വരില്ല. കാരണം ഈ അറിഞ്ഞോ അറിയാതെ ഹിമചരസ് കൃഷ്ണചിക ഹിമചരസ് എന്നുള്ള ലേഖനത്തിന് വലിയ പുസ്തകത്തിന് ആമുഖമായിട്ട് എഴുതിയ വരികൾ എൻ്റെ മാനസരസിനെ കുറിച്ചുള്ള സ്വപ്നമായിരുന്നു. അന്ന് അറിയില്ല അത് നിറവേറ്റപ്പെടുമോ എന്ന് അറിയാത്ത തന്നെ ആ വരികൾ സ്വപ്നമായിരുന്നു. പക്ഷെ ആ വരികൾ എങ്ങനെ അതിന്റെ ഫ്രൂഷൻ നടന്നതിൽ ഒരുപാട് ചരിതാർത്ഥ്യം നിൽക്കുന്നു. ആ തരത്തിൽ ഈ പുസ്തകമായി വരുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹിമാലയം യാത്ര മാത്രമാണോ ചിലർ ചോദിക്കുക. അതിന്റെ പിൻകുറിപ്പ് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. ഓരോ യാത്രയും ഹിമാലയ പ്രത്യക്ഷങ്ങളായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനസ്സാണ്. എന്നെ അറിഞ്ഞോ അറിയാതെ എഴുതി വാക്കണം. കാരണം ഹിമാലയ പ്രത്യക്ഷങ്ങൾ മാത്രമല്ല, അതിന് വേലൂരിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കൊണാരക്കിനെ കുറിച്ചിട്ടുള്ള വല്ലാത്തൊരു അനുഭവം ഉണ്ട് എനിക്ക്.
അതേപോലെ ബേലൂരും ഈ ശില്പകലയുടെ ഇന്ത്യൻ ശില്പകലയുടെ അങ്ങനെ പറഞ്ഞാൽ പിന്നെയും കുറേ നീണ്ടുപോകും. ഇന്ത്യൻ ശില്പങ്ങളുടെ വിവിധ ഏറ്റവും അതിൻ്റെ മൂർത്താവസ്ഥ, ഏറ്റവും അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ അൾട്ടിമേറ്റ്, ലോക ശില്പകലയെ തന്നെ അൾട്ടിമേറ്റ് എന്ന് വിളിക്കുന്ന കൊണാരക്കിൻ്റെയും ഖജുരാഹോൻ്റെയും ബേലൂരിൻ്റെയും അതിൻ്റെ മുമ്പിൽ വിനീതനാവുക എന്നുള്ളത് വാസ്തവം പറഞ്ഞ ഒരു ഹിമാലയ പ്രത്യക്ഷം തന്നെയാണ്. ഹിമാലയൻ ബ്ലണ്ടറിനെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ ഹിമാലയൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മറ്റൊരു തന്നെയാണ്. അപ്പോൾ ഓരോ ഇതിലും ഓരോ തരത്തിൽ പഞ്ചുരുളി എന്ന് വെച്ചാൽ ഈ ഇടുക്കിയിൽ എവിടെയുള്ളൊരു ഇതാണ്. പഞ്ചുരുളിയിലെ നിലാവ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ഈ ഹിമാലയ പ്രത്യക്ഷം തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഹിമാലയ പ്രത്യക്ഷം എന്നുള്ളതിൻ്റെ ഒരു 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 സത്ത ഈ യാത്രകളെ ചൂണ്ടി നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്വാരസ്യം കൂടി ഇതിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നമസ്കരിക്കുന്നു. സുഖസന്ധിക്കും നമസ്കാരം. ശ്രീ ആശാനും ഈ സമ്മേളനത്തിന് ഔപചാരികമായി നന്ദി പറയുക എന്ന കടമ കൂടി ഏൽപ്പിക്കുന്നുണ്ട്. DC ബുക്സിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ സീതു, ശ്രീ KL മോഹനവർമ്മ, പ്രശസ്ത സിനിമ സംവിധായകനായ ശ്രീ KG ജോർജ്, DCയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീ TM എബ്രഹാം, പ്രിയപ്പെട്ട എഴുത്തുകാരനായ ശ്രീ ആശ മേനോൻ എന്നിവരോടുള്ള സ്നേഹവും കടപ്പാടും DC ബുക്സ് ഈ തരുണത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഈ സമ്മേളനം ഇത്രയും സാർത്ഥകമാക്കിയത് അവരുടെ സാന്നിധ്യം കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത്രയും നേരം ഈ സമ്മേളനത്തിൽ സന്നിഹിതരായി DCയോട് സ്നേഹം പ്രകടിപ്പിച്ച സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തികൾക്ക് എല്ലാവർക്കും DCയുടെ സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ സമ്മേളനം ഇതോടെ കൂടി അവസാനിക്കുകയാണ്. വേറിട്ടൊരു പാരായണ പാഠത്തിന്റെ സന്ദേഹങ്ങളുമായാണ് ഈ ദൃശ്യാഖ്യാനം ഒരുക്കിയത്. ഖസാക്കിന് ഒരു സ്ത്രീപക്ഷ വായനയെന്നും വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മന്ദാരത്തിന്റെ ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂടുവിട്ട് രവി യാത്രയാകുമ്പോൾ രവിയുടെ പത്മ ഖസാക്കിലേക്ക് വരികയാണ്. മൈമൂനെയും കുഞ്ഞാമിനെയും ആബിദയെയും ചാന്തമ്മയെയും അപ്പുക്കിളിയെയും മൊല്ലാക്കയെയും കുട്ടാടൻ പൂശാരിയെയും ഒക്കെ പത്മ ആ ശ്രാദ്ധഭൂമിയിൽ കാണുന്നു. അനാദിയായ സ്ഥലരാശിയിലൂടെ അവരോടൊത്ത് സഞ്ചരിക്കുമ്പോൾ കർമ്മ പരമ്പരയുടെ സ്നേഹരഹിതമായ കഥ, അകൽച്ചയും ദുഃഖവും മാത്രമുള്ള കഥ പത്മ അറിയുന്നു. കഴിവുകൾ, പ്രാർത്ഥനകൾ, ദൗർബല്യവും നിസ്സഹായതയും, പിന്നെ വയല് പറ്റി, പള്ളിയാല് പറ്റി, മൊല്ലാക്കയുടെ ഒറ്റയടി പാതയിലൂടെയുള്ള യാത്ര പത്മ അറിയുന്നു. ശാസ്ത്രത്തിലും ഗ്രന്ഥത്തിലും ഗവേഷണ പഠനത്തിലും താൻ നേടിയ അറിവുകൾ എത്രയോ തുച്ഛം. അന്തിവെളിച്ചത്തിൽ കുട്ടാടൻ പൂശാരിയുടെ ഉടവാളിലും നല്ലമ്മയുടെ അനുഗ്രഹത്തിനും അപ്പുറത്ത് ഇരുട്ട് കെട്ടിയ പള്ളിത്തളത്തിൽ പുളിങ്കൊമ്പിൽ സർപ്പശിലകളിൽ ചവിട്ടടി പാതയുടെ വിജനതയിൽ ഖസാക്കിലെ ഈശ്വരന്മാരുടെ വെളിപ്പാടുകൾ അവൾക്കായി കാത്തുകിടന്നു. പാപത്തിന്റെ ഇരുട്ടുകൊണ്ട് സ്വയം സ്നാനപ്പെടുന്ന മൈമൂനിയുടെ പൊട്ടിച്ചിരിയും ചാന്തുമ്മയുടെ മൗനവും പത്മയ്ക്ക് പുതിയ തിരിച്ചറിവുകളാക്കുന്നു. മൊല്ലാക്കയുടെ പാനീസ് വിളക്കിലെ വെളിച്ചത്തേക്കാൾ വലിയ വെളിച്ചമില്ലെന്നും അപ്പുക്കിളിയുടെ പൂജ്യങ്ങളെക്കാൾ വലിയ അക്ഷരമില്ലെന്നും പത്മ അറിയുന്നു. ഒരു സായാഹ്നത്തിൽ രണ്ട് ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങി. അസ്തമയത്തിൽ ആറാടി നിന്ന ഒരു താഴ്വര. ഇതിൻ്റെ അപ്പുറം കാണട്ടെ. ചെറിയ ബിന്ദു വലിയതിനോട് ചോദിച്ചു. പച്ച പിടിച്ച താഴ്വര. ഏട്ടത്തി പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. എനിക്ക് പോകണം. അനുജതി പറഞ്ഞു. അവളുടെ മുമ്പിൽ നീണ്ടുകിടന്ന അനന്തപഥങ്ങളിലേക്ക് അനുജത്തി നോക്കി. നീ ചേച്ചിയെ മറക്കുമോ? ഏട്ടത്തി ചോദിച്ചു. മറക്കില്ല, അനുജതി പറഞ്ഞു. മറക്കും
എല്ലാവരെയും കാണണം. ആവിതയെ, മൈമൂനയെ, നൈസാമണ്ണനെ, അപ്പുക്കിനെ, അങ്ങനെ എല്ലാവരെയും. കുട്ടി, നീ മറന്നോ നിന്റെ മാഷിനെ? ായ തമ്പുരാനെ ഞാൻ മറക്കാനോ നിന്റെ മാഷിനെ? അതിനെ കഴിയോ? ഇത് കർമ്മ പരമ്പരകളുടെ സ്നേഹരഹിതമായ കഥ. ഇത് തിരുത്തി എഴുതാൻ നിനക്കേ ആവും, നിനക്ക് മാത്രം. മാഷ് ഇതിനെക്കുറിച്ച് എഴുതിയില്ലേ? എഴുതിയിരുന്നു. പ്രിയപ്പെട്ട വായനക്കാര, നിങ്ങൾ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ആമനയെ കുഞ്ഞാമന എന്ന് തിരുത്തി വായിക്കണം. ആമനക്കുട്ടി സ്നേഹവും കരുണയുമാകുന്നു. രവിയുടെ മേൽ പടർന്നു കയറിയ സർപ്പവിഷത്തിന് പ്രതിനിധി, പുനർജനി. ഇന്ന് മാഷ് വരും. എൻ്റെ ആമനക്കുട്ടിയെ ഞാൻ കാണുന്നുണ്ട്. ആ സ്പർശം ഞാൻ അനുഭവിക്കുന്നുണ്ട്. യാത്രകളൊന്നും അവസാനങ്ങളല്ലല്ലോ ആമനക്കുട്ടി. മന്ദാരത്തിൻ്റെ ഇരകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂടുവിട്ട യാത്രയായ ഞാൻ വീണ്ടും എൻ്റെ ആമനക്കുട്ടിയുടെ ഓർമ്മകളിൽ പുനർജനിക്കുകയാണ്. ആദിക അരസുമരങ്ങളുടെ കടലിലേക്ക് നടന്നു. അവളൊരു തുമ്പിയായി. അവൾ ആരുടെ ഓർമ്മയാണ്? അവളുടെ തന്നെ മുൻ ജന്മത്തിൻ്റെ ഖേദം നിറഞ്ഞ പുനർജനിയുടെ ഓർമ്മ. നടന്നു നടന്ന് നടന്നു നടന്ന് വീണ്ടും അവൾ തോട്ടുവക്കിലെത്തി. കാതിൽ ചൂടിയ പൂക്കളെടുത്ത് ഇതങ്ങൊരു തോട്ടിലേക്ക് വിതറി. പിന്നെന്താന്ന് വെച്ചാ എനിക്ക് ഉമ്മയില്ല,
രാവിന്റെ കൊടിയ വിജനതയിൽ തമസിന്റെ നിലയില്ലാ കയത്തിലേക്കാണ്ട് മുന്നിൽ താഴാനൊരു ക്ഷണം മാത്രം ബാക്കി നിൽക്കെ ഈ സമൂഹത്ത പൂവിലൊരു പുലരി നക്ഷത്രം പോൽ നിന്ദീപ്ത മുഖം മൃത്യുനദിക്കക്കരെ നിന്നും നീ എന്റെ നേർക്കു ജപിച്ചെറിഞ്ഞ കൽവിന്റെ തണുത്ത ജലപുഷ്പങ്ങൾ ഈ വിഫല ജന്മമൊരു പാഴ്ക്കിനാടങ്ങുന്നതിൻ മുമ്പ് നീ എനിക്കായി അറിഞ്ഞു തരുന്നു ജന്മപാശത്തിന്റെ പൊട്ടാത്ത നൂലില. Good evening and warm welcome to everyone here. DC invites all friends and well-wishers of DC to a session with Sri Ramachandra Guha upon the topic The Past and Future of Indian Marxism. Welcome speech by Lady DC, CEO, DC Books. ശ്രീ രാമചന്ദ്ര ഗുഹ, സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹൃദയരെ, DC ബുക്ക് സംഘടിപ്പിക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുസ്തകങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രഭാഷണം ഇന്നിവിടെ നടത്തുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധതരം സാംസ്കാരിക പരിപാടികളും പുസ്തക പ്രകാശനങ്ങളും കലാപരിപാടികളും ഈ വേദിയിൽ അരങ്ങേറുകയുണ്ടായി. ഒപ്പം പതിനായിരക്കണക്കിന് വ്യക്തികൾ 30-ാം തീയതി തുടങ്ങിയ ഈ മേളയുടെ ഭാഗമായിട്ട് ഇവിടെയുള്ള പുസ്തക പ്രദർശനം കാണുകയും സ്റ്റാളുകൾ സന്ദർശിക്കുകയും ചെയ്തു. ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത് ശ്രീ രാമചന്ദ്ര ഗുഹയുടെ പ്രഭാഷണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. രാമചന്ദ്ര ഗുഹയെപ്പറ്റി ഏതാനും വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ രാമചന്ദ്ര ഗുഹയെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫോറിൻ പോളിസി മാഗസിൻ 100 most influential public intellects in the world എന്നാണ് ഫോറിൻ പോളിസി മാഗസിൻ അദ്ദേഹത്തെ പറ്റി വിശേഷിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരി 25-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അക്കൂട്ടത്തിൽ ശ്രീ രാമചന്ദ്ര ഗുഹയുടെ പേരുമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ മുൻനിർത്തി ഇന്ത്യ ഗവൺമെൻറ് പത്മഭൂഷൺ നൽകി ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ ഹിന്ദുവിലുള്ള കോളം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ ഒരു ഗ്രന്ഥകർത്താവായിട്ടും അല്ലെങ്കിൽ എഴുത്തുകാരനായിട്ടും ന്യൂസ് പേപ്പർ കോളമിസ്റ്റായിട്ടും അല്ലെങ്കിൽ ടെലിവിഷനിലും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പബ്ലിക് അപ്പിയറൻസിലൂടെ എല്ലാം മലയാളികൾക്ക് അദ്ദേഹം സുപരിചിതനാണ്. ഒരു സോഷ്യൽ ഹിസ്റ്റോറിയനാണ്, സാമൂഹ്യ ചരിത്രകാരനാണ്, എൻവയറമെന്റലിസ്റ്റ് ആണ്.
ക്രിക്കറ്റിനെ പറ്റി ഇന്ന് ലഭ്യമായ ഏറ്റവും നല്ല പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം ഈ വരുന്ന നവംബറിൽ DC ബുക്സ് അന്താരാഷ്ട്ര പുസ്തകങ്ങൾ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് പ്രകാശിപ്പിക്കുന്നതുമാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതലായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവരും പല മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. ഇന്ന് അദ്ദേഹം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ മാർക്സിസം. ഈ ഒരു പ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ രാമചന്ദ്ര ഗുഹയെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ് മി വെൽക്കം യു സർ ടു ദിസ് ടു ഡെലിവർ ദ സ്പീച്ച്. ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ വ്യക്തികളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളായ പുസ്തക പ്രസാധകരെയും വിതരണക്കാരെയും മുഖ്യമാണ്. എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. Thank you, Sri Devindisi. May I invite our chief guest of this evening, Sri Ramachandra Guha, to address the gathering. Thank you, Ravi, for your words of introduction, and thank you for inviting me to speak at your annual book fair in Cochin. I chose to speak on the topic of the past and future of Indian Marxism, and I'm going to. When you address a topic such as this, the first thing I should say is that this topic was decided between Mr. Ravi and me before the recent controversy in the LDF government in Kerala. So that's purely accidental. I thought, since I'm speaking in Kerala, which is an epicenter of Indian Marxism, an intellectual center, a political center of Indian Marxism, and since I have had a lifelong engagement in Indian Marxism as a scholar, I'm not myself a Marxist. In fact, I'm not a member of any political party. And I believe that it's very helpful for a writer not to be a member of any political party. I know there are writers who are clearly identified with one party or the other, but I don't fall in that camp. But I am a student of Indian Marxism. As a historian, as a citizen, the phenomenon of Marxism has interested me for a very long time. Nearly 30 years ago, I went to do my PhD in Calcutta. And I reached Calcutta 2.5 years after the Left Front government came to power. So they were very interesting times. I spent 6 years in Calcutta. I have continued to maintain my connections with that state. I write a column, apart from the column in the Hindu which Mr. Ravi mentioned. I write a political column in the Telegraph, which is the leading English language paper of West Bengal. So I have a continuing engagement with the intellectual and political climate of Marxism. Admittedly, more with the Bengali variety of Marxism than with the Malayali variety of Marxism. Now, '1970 is a year of great importance in the history of Marxism, because that's the year that the first successful Marxist revolution took place. 1970 is also an important year in the history of Indian nationalism, because that's the year in which Mohandas Karamchand Gandhi organized his first satyagraha on Indian soil. So for the Indian
activist, the Indian intellectual, the progressive-minded Indian, 1917 has this double meaning. In the context of the world, the first successful Marxist revolution. In the context of India, the birth of the Gandhian tradition of Satyagraha. Of course, Gandhi had attempted Satyagraha or non-violent resistance in South Africa, but in 1917, in the district of Champaran in Bihar, he undertook his first Indian Satyagraha. And ever since, from 1917 till today, for almost 100 years, the progressive Indian intellectual and thinker has been caught between these two traditions. Should one ally more with the Gandhian tradition or more with the Marxist tradition? And I myself am somewhere in between. I am not a communist, I am not a congressman, but I am somewhere in between, and I hope independent of both. So it's from that point of view, as a student and scholar of Indian Marxism, that I'm going to present to you my own views about this very important and certainly in this stage very influential intellectual and political tradition. When I speak of Marxism, I'm speaking of the broad tradition. So I include both the parliamentary and the extra-parliamentary left. I'll make distinctions as I go along, but for the moment, I'm including the CPI, the CPM, and also the Naxalites or the Maoists within the framework of Indian Marxism. And I'm going to present to you 4 things that I admire about Indian Marxism. And after that, I will present to you 3 things that I don't admire about Indian Marxism. From my point of view, as an individual, this is my list. This is not a list that all of you will agree with or subscribe. But this is the list of a broadly progressive-minded Indian intellectual who has spent 30 years as a scholar studying Indian Marxism. What I like about Marxism in the Indian context and what I don't like about it. So let me start. The first thing I admire about Indian Marxists, and when I'm talking about what I admire about Indian Marxists, obviously there is an element of comparison. I'm comparing the Marxist tradition with the other major political traditions in India. And there are 2 other major political traditions. One identified with the Congress party, from Mahatma Gandhi to Sonia Gandhi, and the other identified with what we may call the Hindutva tradition, from Veer Savarkar to L.K. Advani and beyond. So when I compare Indian Marxists with these other alternate political traditions, there are 4 things I respect and admire about them. There are 4 ways in which I feel they are better or more appealing than the other political traditions. The first way in which they are, in my view, and I would like to underline again, this is my perspective, my individual perspective. The first thing I like about Indian Marxists is that they are relatively non-communal. In 1984, I was doing my PhD in Calcutta. When Indira Gandhi was assassinated by 2 of her bodyguards, you will recall, there was a serious wave of rioting across northern India. In Delhi, nearly 2,000 innocent Sikhs lost their lives. Sikhs who had no connection with the Sikhs who had murdered Indira Gandhi. But in other cities of North India too, in Indore, in Jaipur, in Rohtak, there were attacks on Sikhs. And innocent Sardar Sikhs who were easily identified because of the turban on their head, paid for their lives simply because someone of their faith had killed the Prime Minister. Now in Kolkata, there were at that time 50,000 Sikhs, a very large population, and unlike other minorities, unlike Jews or Parsis or Christians, Sikhs are very easily to identify because of their turban, their pagadi. And in Calcutta, they were
they were well known because most of the taxi drivers were Sikhs. Now, the day Indira Gandhi was assassinated, Jyoti Basu, who was then the Chief Minister of West Bengal, was touring in the districts. He came back to Kolkata and he issued an instruction: not a single Sikh will be harmed. And indeed, not a single Sikh was harmed in Kolkata in 1984 after Indira Gandhi's assassination. Now, there are other examples of this. In this state, you have a very unique religious configuration where you have very large populations of Muslims and Christians in addition to Hindus. Despite great provocation from extremists of all kinds, Hindu fundamentalists of course, but also Islamic radicals and some Christian radicals, despite this provocation, this state on the whole has a very good record in maintaining communal harmony. At least you have not witnessed the kind of savage riots that have taken place in North and Western India. And I think the left-wing tradition, the Marxist tradition, has something to do with it. So the first thing I admire about Indian Marxists is that they are relatively non-communal. The second thing I admire about Indian Marxists, and this may be something funny to say in the light of the recent controversy in Kerala, but still I will say, is that the Indian Marxist politicians, both CPI, CPM and Naxalites, are relatively honest. Compared to politicians in other political parties, they are less likely, not that, of course there are bad eggs in the Communist Party too, but still, this is a relative judgment. Compared to other political parties, Marxist politicians are less likely to raid the public treasury to enrich themselves or their family. I remember many years ago when there was a robber who entered EMS Nambudripad's house, and he found in that house 800 rupees to take away. After a lifetime in public service, all EMS had in his house was 800 rupees. Now you cannot say that about Congress chief ministers, BJP chief ministers, Janata Dal chief ministers and so on and so forth. So that's the second thing, they're relatively honest. The third reason I like Indian Marxists is that they are relatively well read. At least they read books. And as a writer of books, naturally I like politicians who read books. They have an interest in history, in theory, in literature. So they are relatively well read. And the fourth, and possibly the most important positive feature of Indian Marxists is that compared to the other political parties, they identify with the oppressed and the disadvantaged. The Naxalites today, about whom I will be critical in a moment because there are things about them I don't like. But the Naxalites today identify with the most oppressed and marginalized section of Indian society, with the Adivasis and the Dalits. In Kerala, the history of the social reform movement is very closely connected to the Communist Party. Communist parties, when in power, have brought about progressive social reforms such as land redistribution, good systems of education and healthcare and so on. So compared to other political parties, they identify more with the disadvantaged and the discriminated sections of Indian society. So these are four very major attributes, four very important reasons to admire Indian Marxists as they have behaved in the past, in the present and possibly in the future. They are relatively non-communal, they are relatively honest, they are relatively well-read, and compared to other political parties, they identified more with the poor and the excluded. Let me come to the other side of the balance sheet. No, I am not a party man, I am an objective, independent observer. So, just as there are many things I like about Indian Marxism, there are some things I don't like about Indian Marxism. And let me tell you what are the things I don't like about it. And I'm going to tell you three things. Three features, three characteristics about Indian Marxists that to me are not so nice. The first thing about Indian Marxism in the past and the present, that I find problematic is that it is not Indian enough.
it is not Indian enough. Why is it that in the annual party congress of the Communist Party of India, Marxist, currently the ruling party in this state, in the annual party congress, there are 4 portraits and not one of them is an Indian. There is Marx, Engels, Lenin and Stalin. And this will be true of the Naxalites too. The Naxalites will probably have, a 5th portrait. They will have Marx, Engels, Lenin, Stalin and Mao. But why is it that the role models of Indian Marxists, the people they admire, their heroes, their icons, none of them are Indians. They are all people alien to India, who lived in different countries, who had never visited India, did not understand our problems. This is not a nationalistic point. I am not saying that you should have Indian heroes simply because they are Indian, but because, that is a point I will come to a little later, because only Indian leaders and activists can understand the social and political dynamics of Indian society. So the first thing I have problems with about Indian Marxism is that it's not Indian enough. The second thing, my second criticism of Indian Marxism would be that it's not democratic enough. I've spoken about the Naxalites and their identification with the poorest of the poor. At the same time, the Naxalites practice a cult of violence which I find abhorrent. Violence against anyone who opposes them. I tell you, their culture is one of that is totally against the spirit of democracy. 2 years ago, I was traveling in the districts of Bastar in central India, in the state of Chhattisgarh, where there is a conflict going on between the Naxalites and a vigilante army set up by the state government called the Salva Judum. And I have no sympathy with this vigilante army. In fact, I am one of the petitioners in a case in the Supreme Court asking that this army of gundas promoted by the state government of Chhattisgarh be disbanded. At the same time, while I was doing fieldwork in Bastar, I came across so many incidents where the Naxalites had wreaked horrible violence on those who opposed them. And terrible punishments, chopping off arms, beheading in front of a crowd and so on. And they just do not tolerate any dissent. And even the CPM has not yet given up its commitment to a single party dictatorship. In theory, even though the CPM fights elections to parliament, to the Vidhan Sabha and so on, in theory it believes that capitalism will be followed by the dictatorship of the proletariat. In other words, a single party dictatorship of the Communist Party. So that's criticism number 2. That Indian Marxism is not democratic enough. Criticism number 3 is that Indian Marxism in the past and the present does not admit to any mistakes. This is of course true of other political parties too. One of the reasons I admire Mahatma Gandhi so much is that he was willing to acknowledge the mistakes and the blunders he made. Mahatma Gandhi once said, "I committed a Himalayan blunder." But very few politicians are willing to admit mistakes. And that's certainly true of the tradition of Indian Marxism. Now, if I, as a historian, was to look at the past of Indian Marxism, at the mistakes they made in the past, I would like to single out 4 major mistakes made by Indian Marxism. Errors for which they are paying to this day. Paying in the sense that they remain confined to 2 states, and if you include Tripura, 3 states of India. Why is it that despite their non-communal politics, their honesty, their integrity, their intelligence, Marxists have not been able to make an impact in other parts of India? Why is it? And I submit to you, one of the reasons that the Marxist tradition has remained confined principally to the states of West Bengal and Kerala
is because of some mistakes that have been made in the past by communist leaders, mistakes that they never owned up to, never acknowledged, and never really faced. And I'm going to mention 4 mistakes. Now, if you ask a non-Marxist Indian, if you ask a Congress sympathizer or a BJP sympathizer, which was the biggest mistake made by the Indian communists, their answer will be not joining the Quit India movement of 1942. According to me, that was not a major mistake. That is not on my list. At that time, 1941, 1942, there were compelling reasons not to join the Quit India movement. Hitler, who was probably the most evil person in modern history, was leading a victorious charge across Eastern Europe. And at that stage, although the British were colonizers, they had to be opposed. You could make the case that the greater battle was against Hitler. Hence, rather than embarrass the British at their time of need, you should support the war effort, the Allied war effort against the Nazis. So I think on the question of Quit India, you can have a debate. Were the communists right? Were they wrong? You could have a debate. In the larger interests of humanity, you can make the case that the communists may have taken the right decision not to support the Quit India movement. So that is not one of my mistakes. My list of 4 mistakes, 4 major errors made by the communists starts with the second party Congress of the Communist Party of India, which was held in Calcutta in February 1948. This was the first and probably the greatest mistake made by the communists, which they have still not acknowledged. In August 1947, India became independent. And it became independent as a consequence of a widespread political movement embracing large sections of society that had carried on over more than 3 decades. So there was a large mass of public opinion that welcomed and appreciated India becoming independent. Among the people who welcomed and appreciated India becoming independent was the General Secretary of the CPI. Remember, at that stage, there was only one Communist Party, the Communist Party of India. It did not have the different factions you have now. And the leader of the CPI, the General Secretary, was a man called P.C. Joshi, who said, we must support Nehru and the Congress Party. Independence has come at a large price, partition. A Hindu radical has murdered Mahatma Gandhi. In this time of crisis, we must consolidate around the government. We must safeguard Indian independence. We must keep at bay the forces of religious extremism. Sadly, Joshi's views were rejected by an alternate line which was promoted by B.T. Randire from Maharashtra, arguably under the orders of the Soviet Union. And this line said, "Ye azadi jhuti hai." This is a false freedom, and the Indian state is a sham state. Nehru is an agent of imperialism, and under this change line, Joshi was removed from his post, and the communists launched an armed insurrection against the newly independent government of India. Now, this was a colossal mistake, much worse than not supporting the Quit India movement, because it set the communists against the Indian state, the Indian people, just at the time of its achieving independence. Mistake number 2 was 1961-62, when a section of the Communist Party, at the time of the India-China dispute, appeared to support China, leading to, again, suspicion in the eyes of their countrymen that they were not Indian enough. Mistake number 3 was 1996, when there was a possibility that Jyoti Basu could become Prime Minister of India at the head of a non-Congress, non-BJP coalition government, but that possibility was scuttled by the Politburo. Mistake number 4 was in 2004, when, after the last general election, when again the communists had a chance of joining a coalition government at the center. Now,
particularly the last two mistakes, 1996 and 2004, to me, I have lived through them. In 1948, I was not born. So it's only with the retrospective judgment of a historian that I can say that by choosing to launch an armed revolution at the time India became independent, the communists were mistaken. But in 1996 and 2004, I was very much alive, active in political debate, writing for the newspapers. And I deeply feel that if in either or both cases, the communists had joined the government at the center, we would have had a more honest government, a better informed government, a less communal government. Because as I said, compared to the normal run of Indian politicians, communists are better read, more honest, more cosmopolitan. So all these qualities would have got into the government. When you would have a cabinet meeting, the communist members of the cabinet would have been able to influence for the good the non-communist members of the cabinet, those who are used to thinking in terms of their caste or their religion or their family, who do not have a wider worldview. So I think the government, the quality of administration, of policy would have benefited very greatly if in 1996 and again in 2004 the communist MPs had joined the government. But I think the communists would have benefited too. I think the communists completely failed to recognize how by joining government, how by proving themselves to be good and capable and honest and efficient ministers, they could increase their national profile. Now just imagine, supposing the communists had joined the government. Sorry, this is a vibration. Suppose the communists had joined the government. You had 3 or 4 highly capable ministers. You know, we live in an age driven by media. If you indeed had 3 or 4, say a communist was Minister of Education at the central government, another communist was Minister of Information Technology, a third was Minister of the Environment. Through the media, they would have acquired a much larger public profile. People outside Kerala and Bengal would have got to know about these ministers. They would have traveled to the northeast, to UP, to Bihar, to Chhattisgarh, conveying their message. They would have achieved a national recognition that is so far denied to them. So I feel, very strongly feel, that for the good of India and for the good of the Communist Party, it would have been better if in 1996 and again in 2004, the communist MPs had found a way to join the government. Because through their intelligence, their integrity, through their wider vision, they would have promoted much better policies than those promoted by the local regional sectarian policies, local regional sectarian parties who joined the government. Compared to the DMK or the JD or the Rashtriya Janata Dal or the JMM or the NCP, all of whose ministers are now in the central cabinet, the communist ministers would have been more intelligent, more sharp, more honest and promoted better policies. Now, I've spoken about the past and the present of Indian Marxism. I've said a little bit about what I admire about Marxists and Marxism. I've also gone on to offer some criticism, where I felt Marxists went wrong in 1948 by removing the Joshi line and embracing the anti-state line. In 1996 and 2004, when they could have contributed to the deepening of Indian democracy and also enlarged their own influence outside Kerala and West Bengal if they had joined the central government. But let me come to the future. What, as an Indian, as a Democrat, as an independent intellectual, as a historian, what would I like from Indian Marxism? You know, I am a friendly critic. I am a critic, but I am a friendly critic.
there are things about Marxists and Marxism I admire. At the same time, there are things about Marxists and Marxism I find unappealing. So I hope that those of you assembled here today who, unlike me, are Marxists, not just sympathetic to Marxism, but actual Marxists, I hope you will take my criticism in the friendly, constructive spirit in which it is offered. Now I think if Indian Marxism is to retain its relevance, if it is to expand beyond the two states of West Bengal and Kerala, which it currently has influence and where its influence may be declining in fact. Over the last 3 or 4 years, the state governments of Kerala and West Bengal have faced a series of shocks that have disturbed their position. Anyway, if Marxism is to retain its relevance in India, if it is to expand its sphere of operation, if it is to contribute in a even more significant way to the building of Indian nationhood and Indian democracy, maybe there are two changes, tactical, strategic, policy changes that the Marxist tradition in India has to undertake. Indian Marxists have to reform themselves in 2 ways. The first way in which Indian Marxists, I think, need to reform is that they have to embrace the great Indian democratic tradition. You can find your own reasons to admire Marx and Engels, and I will go part of the way with you. I will not go with you when you admire Stalin, because I think Stalin was next second only to Hitler, a very great dictator. But anyway, I'm not saying don't admire foreign thinkers and revolutionaries, but add some Indians to the list too. On that party panel, why not have Mohandas Karamchand Gandhi, B.R. Ambedkar, Rabindranath Tagore, Indians who were cosmopolitan, broad-minded, who fought against untouchability, who promoted religious harmony, who promoted an open-minded engagement with the modern world. I think